രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. AR ക്യാമ്പിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഈശ്വർ ഉള്ളത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം വൈദ്യപരിശോധനയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇന്നലെ നമ്മൾ അത്യന്തം ചടുലമായ നീക്കമാണ് സൈബർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. കാരണം തൊട്ട് മുൻപ് ചർച്ച ചെയ്ത വാർത്ത പോലീസിന് ഒരു പ്രതിരോധമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പോലീസിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് അധിക്ഷേപ പരാതിയിൽ ചടുലമായി ഈ കേസെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ 5 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് കേസുള്ളത്. ആ കേസുള്ള ഘട്ടത്തിൽ തന്നെ പൗടിക്കോണത്തെ വീട്ടിലെത്തി സൈബർ പോലീസിൻ്റെ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറയുന്നത്. ആ സമയം മുതൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിരുന്നു. കസ്റ്റഡിയിലാകുന്ന ഘട്ടത്തിൽ FIR കയ്യിലെടുത്തുകൊണ്ട് FIR-ൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് നടത്തുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കസ്റ്റഡിയിലേക്ക് പോയത്. പിന്നീട് അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീളുകയാണ് ഉണ്ടായത്. കാരണം അത്രമാത്രം വലിയ വിമർശനം പൊതു ഇടങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം ഒരു പരാതിയുമായി ഇത്തരത്തിൽ അധിക്ഷേപ പരാതി നൽകുന്ന ഘട്ടത്തിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 4 URL-കളാണ്. അതായത് ഇത്തരത്തിൽ ഒന്നെങ്കിൽ അധിക്ഷേപം, അല്ലെങ്കിൽ അതിജീവതയെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും പൊതു ഇടത്തിലുള്ള പ്രതികരണങ്ങളും അടങ്ങുന്ന ലിങ്കുകളാണ് പരാതിയായി നൽകിയത്. അതിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റുകളുണ്ട്, നമുക്കത് അറിയാവുന്നതുമാണ്. ആ ഘട്ടത്തിൽ ആദ്യ കസ്റ്റഡിയിലേക്ക് പോകുന്നു, പിന്നീട് അത് അറസ്റ്റിലേക്കും പോകുന്നു. അങ്ങനെ ആദ്യം അറസ്റ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. നിലവിൽ എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. നമുക്ക് വിശദ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ തന്നെ നൽകും. പക്ഷേ എന്താണ് രാഹുൽ പറഞ്ഞത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. ജാമ്യം കിട്ടിയാണ്. അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്കുക. വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്കും യൂട്യൂബും വ്യാജ പരാതി മെൻസ് കമ്മീഷന്റെ ആവശ്യം നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നിങ്ങൾ നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ തവണയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല. കള്ളം പറയുന്നതാണ്. ഇത് വ്യാജ പരാതിയാണ് എന്ന് അമൽ തേനമ്പറമ്പിൽ സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ഒപ്പം ചേർന്ന വിവരങ്ങളുമായി. രാഹുലിനെ ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോലീസ്. അതിനുശേഷം നേരെ കൊണ്ടുവരുന്നത് AR ക്യാമ്പിലേക്കാണ്. AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലൊക്കെ നടന്നിരുന്നു. രാഹുലിൻ്റെ ലാപ്ടോപ്പ് അടക്കം ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിൽ IT ആക്ടുകളും അതോടൊപ്പം തന്നെ BNS-ഉം 2 വകുപ്പുകളാണ് ഈ FIR-ൽ ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഇപ്പോൾ നിലവിലുള്ളത്. ഈ അധികം വൈകാതെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി പിന്നാലെ കോടതിയിലേക്ക് രാഹുലിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ ദീപ രാഹുൽ ഈശ്വർ പുറത്തേക്കിറങ്ങിയ സമയത്ത് മാതൃഭൂമി ന്യൂസിനോടക്കം പ്രതികരിച്ചത് ജാമ്യം ലഭിക്കാൻ പരുവത്തിനുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതിനാൽ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചത്. പക്ഷേ അതിനുശേഷം പുറത്തുവന്ന FIR-മായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരം അങ്ങനെയല്ല. ജാമ്യമില്ലാ കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട്. അതിനാൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനിയിപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടി ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല. സന്ദീപ് വാര്യർ അടക്കം, അഡ്വക്കേറ്റ് ദീപ അടക്കമുള്ള ആളുകൾ, രഞ്ജിത പുളിക്കൽ അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രതികളാണ്. അവരുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും സൈബർ പോലീസ് വൈകാതെ കടക്കും, ഇന്ന് തന്നെ കടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും രാഹുലിനെ ഈ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അധികം വൈകാതെ മറ്റു നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. ശരി, അമൽ തേനമ്പറമ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒപ്പം രാഹുൽ ജി നാഥ്